ഇതാണ് ഇതിപ്പോൾ എത്ര ഹെയർപ്പി ഈ മൂക്ക് ഓൾറെഡി ക്ലീനായി. അത് കഴിഞ്ഞപ്പോൾ ഈ മൂക്കിലും നമ്മൾ 2 മാസം കൂടുമ്പോഴൊക്കെ ഇത് ചെയ്താൽ മതി. എന്താ ഇങ്ങനെ വെച്ചു ഒരു 5 മിനിറ്റ് നല്ല ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മൂക്ക് തീരെ കുടുങ്ങിയൊന്നും ഇല്ല, അത് ഞാനിങ്ങനെ സ്ഥിരം ചെയ്ത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട്. ഈ ഒറ്റ വലിയാണ്, ആ വലിയാണ് സൂപ്പർ. പക്ഷേ എന്താ പറയുക, ക്ലീനാണ്. ഉണ്ടോ ഈ മൂക്ക് ഇരിക്കണമൊക്കെ, മൂക്കിലെ രോമം, മൂക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് ടൈറ്റായിട്ട് ഈ കംപ്ലീറ്റ് ഹെയറും നമ്മളൊരു വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 2 3 4 5 6 വാവ്. അപ്പോൾ കംപ്ലീറ്റ് ക്ലീനായി എന്നുള്ളതാണ് നോസ്. ഇതാ ഞാനും നല്ല ഹാപ്പിയാണ്, കാരണം മൂക്കൊക്കെ ശ്വസിക്കാനൊക്കെ ഭയങ്കര സുഖം. അതുപോലെ ഫേസിലും ഹെയറിലും ഇതാണ് ഇതിപ്പോൾ എത്ര ഹെയർപ്പി ഈ മൂക്ക് ഓൾറെഡി ക്ലീനായി. അത് കഴിഞ്ഞപ്പോൾ ഈ മൂക്കിലും നമ്മൾ 2 മാസം കൂടുമ്പോഴൊക്കെ ഇത് ചെയ്താൽ മതി. എന്താ ഇങ്ങനെ വെച്ചു ഒരു 5 മിനിറ്റ് നല്ല ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മൂക്ക് തീരെ കുടുങ്ങിയൊന്നും ഇല്ല, അത് ഞാനിങ്ങനെ സ്ഥിരം ചെയ്ത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട്. ഈ ഒറ്റ വലിയാണ്, ആ വലിയാണ് സൂപ്പർ. പക്ഷേ എന്താ പറയുക, ക്ലീനാണ്. ഉണ്ടോ ഈ മൂക്ക് ഇരിക്കണമൊക്കെ, മൂക്കിലെ രോമം, മൂക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് ടൈറ്റായിട്ട് ഈ കംപ്ലീറ്റ് ഹെയറും നമ്മളൊരു വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 2 3 4 5 6 വാവ്. അപ്പോൾ കംപ്ലീറ്റ് ക്ലീനായി എന്നുള്ളതാണ് നോസ്. ഇതാ ഞാനും നല്ല ഹാപ്പിയാണ്, കാരണം മൂക്കൊക്കെ ശ്വസിക്കാനൊക്കെ ഭയങ്കര സുഖം. അതുപോലെ ഫേസിലും ഹെയറിലും. ഹായ്. ഇപ്പോൾ നമ്മുടെ മൂക്കിലൊക്കെ വരുന്ന ഈ അനാവശ്യമായിട്ടുള്ള ഹെയറില്ലേ, അത് കളയാനായിട്ടോ ഞാൻ നേരത്തെ കാണിച്ച വാക്സ്. ഇത് നന്നായിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള നോസ് റിങ്ങൊക്കെ ഇടുമ്പോൾ നമുക്ക് മൂക്കിലുള്ള ഹെയർ, അത് ആണുങ്ങൾക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഒക്കെ അതൊരു ഹൈജീൻ്റെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേ ഇങ്ങനെ ഒരു വാക്സ് നമ്മൾ ചൂടാക്കി ഫേസ് ഫുള്ള് ക്ലീനാക്കി ഫോർഹെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് നോസിലോട്ട് നമ്മളിങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കി അതിൻ്റെ ഒരു എന്താ പറയുക, ഇത്രയും മൂക്കിലെ ഹെയർസ് മൊത്തം അങ്ങോട്ട് ക്ലീനായിട്ട് അങ്ങോട്ട് നമുക്ക് മൂക്കൊക്കെ ഭയങ്കര ക്ലീനായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഉണ്ടോ അപ്പോൾ മൂക്കിൽ ഹെയർ ഭയങ്കരമായിട്ട്, നോസിൽ ഈ ഹെയറുകൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇത്തരം വാക്സിങ് ചെയ്യുമ്പോൾ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് പോയിട്ട് നോസിൽ ഹെയറും കൂടി റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2-3 ദിവസത്തേക്ക് സോപ്പൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ, ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഹായ്. ഇപ്പോൾ നമ്മുടെ മൂക്കിലൊക്കെ വരുന്ന ഈ അനാവശ്യമായിട്ടുള്ള ഹെയറില്ലേ, അത് കളയാനായിട്ടോ ഞാൻ നേരത്തെ കാണിച്ച വാക്സ്. ഇത് നന്നായിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള നോസ് റിങ്ങൊക്കെ ഇടുമ്പോൾ നമുക്ക് മൂക്കിലുള്ള ഹെയർ, അത് ആണുങ്ങൾക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഒക്കെ അതൊരു ഹൈജീൻ്റെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതേ ഇങ്ങനെ ഒരു വാക്സ് നമ്മൾ ചൂടാക്കി ഫേസ് ഫുള്ള് ക്ലീനാക്കി ഫോർഹെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് നോസിലോട്ട് നമ്മളിങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കി അതിൻ്റെ ഒരു എന്താ പറയുക, ഇത്രയും മൂക്കിലെ ഹെയർസ് മൊത്തം അങ്ങോട്ട് ക്ലീനായിട്ട് അങ്ങോട്ട് നമുക്ക് മൂക്കൊക്കെ ഭയങ്കര ക്ലീനായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഉണ്ടോ അപ്പോൾ മൂക്കിൽ ഹെയർ ഭയങ്കരമായിട്ട്, നോസിൽ ഈ ഹെയറുകൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇത്തരം വാക്സിങ് ചെയ്യുമ്പോൾ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് പോയിട്ട് നോസിൽ ഹെയറും കൂടി റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2-3 ദിവസത്തേക്ക് സോപ്പൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ, ഭയങ്കര വ്യത്യാസം ഉണ്ടാവും.